ഷോ യുവർ എനർജി. ഷോ യുവർ എനർജി. ഹലോ, ഷോ യുവർ എനർജി. എനർജിയുള്ള ഭാര്യ വേണം, ഭർത്താവ് വേണം, പഞ്ചായത്ത് മെമ്പർ വേണം, അമ്മാവൻ വേണം, കുഞ്ഞമ്മ വേണം, പ്രധാനമന്ത്രി വേണം, മുഖ്യമന്ത്രി വേണം. ഇവരൊക്കെ വേണം എനർജി ഉള്ളവർ. എന്നാ പിന്നെ ഇങ്ങോട്ട് കൈ ചൂണ്ടിയിട്ടൊന്ന് പറഞ്ഞാൽ ഷോ യുവർ എനർജി. സീക്രട്ട് ഓഫ് മാഗ്നറ്റിക് പ്രസൻസ്. നമ്മളൊരു മുറിയിലേക്ക് കയറി ചെല്ലാണ്, നമ്മളൊരു വാക്ക് പോലും സംസാരിക്കുന്നില്ല, പക്ഷെ കയറി ചെല്ലുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു ആദരവ്, നമ്മളോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യം, നമ്മളെ കാണുമ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് നമ്മുടെ എനർജി ലെവലാണ്, അല്ലാതെ നമ്മുടെ ഡ്രസ്സിൻ്റെ കളറോ നമ്മുടെ സ്കിന്നിൻ്റെ സൗന്ദര്യമൊന്നല്ല. അതുകൊണ്ട് നമ്മൾ ഒരു ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ, എന്തിന് റോഡിലൂടെ നടക്കുമ്പോൾ, ഷോ യുവർ എനർജി. നിങ്ങളുടെ എനർജിയുടെ ഒരു ലെവലുണ്ടല്ലോ, അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത്, അതനുസരിച്ചിട്ടാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നത്, നിങ്ങളിൽ മറ്റുള്ളവർക്ക് ട്രസ്റ്റ് ഉണ്ടാക്കുന്നതെല്ലാം നിങ്ങളുടെ ഈ എനർജിയുടെ ലെവലാണ്. നിങ്ങൾ പോയ കാര്യം നടത്തി തിരിച്ചു പോയി, പക്ഷെ അവരുടെ ഉള്ളിൽ നിങ്ങളൊരു ഓർമ്മയായി നിലനിൽക്കണമെങ്കിൽ നല്ല എനർജി നിങ്ങൾ അവിടെ ബൂം ചെയ്താലാണ്, ബൂസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഈ എനർജി ഇതൊരു മാജിക്കൽ കേട്ടോ, ഇതൊരു ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ എനർജി ഉണ്ടല്ലോ, അങ്ങനെ ബും 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 ചെയ്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. വെൻ യു ഫീൽ എക്സൈറ്റഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ, ആ സമയത്ത് നെർവസ് സിസ്റ്റത്തിലേക്ക് സെറാട്ടോണും ഡോപാമിനും പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ എക്സൈറ്റഡ് ആകുമ്പോൾ, അപ്പം നമ്മൾ ഒരാളെ കാണാൻ പോവുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ പതുക്കെ ഒന്ന് എക്സൈറ്റഡ് ആക്കുക, നമ്മളെ തന്നെ ഒന്ന് എനർജൈസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ സെറാട്ടോണും ഡോപാമിനും ഉണ്ടാവും. ഈ സെറാട്ടോണും ഡോപാമിനും ഉണ്ടായാണ്ടല്ലോ, നമ്മൾ ചെല്ലുന്ന സ്ഥലത്തേക്ക് ഈ എനർജി നമ്മളിൽ നിന്ന് പരക്കും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, അവരൊരു സ്ഥലത്ത് വന്ന് നിന്നാൽ മതി, നമ്മളോടൊന്ന് സംസാരിച്ചാൽ മതി, നമ്മുടെ എനർജിയുടെ ഒരു ബൂസ്റ്റിംഗ് നടക്കും. നമുക്ക് അവരായിട്ട് കൂടുതൽ നേരം സംസാരിക്കാൻ തോന്നും, അവരുടെ കൂടെ ഇരിക്കാൻ തോന്നും, അവരുമായിട്ട് സംസാരിക്കുന്ന വളരെ രസകരമായ ഒരു അനുഭവമായിട്ട് മാറും. ഓപ്പൺ പോസ്ചർ ആയിട്ടിരിക്കുക. നമ്മൾ കയറി ചെല്ലുമ്പോണ്ടല്ലോ, അങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇങ്ങനെ പോരുത്, അയ്യോ ചുലിഞ്ഞു കൂടി ആകെ വിഷമിച്ചല്ല. ഓപ്പൺ, കൈ എപ്പോഴും ഓപ്പൺ ആയിട്ടിരിക്കുക. കൈ ഇങ്ങനെ കെട്ടി നിൽക്കണേക്കാൾ അയച്ചിടുക, അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക. ദെൻ ഐ ബ്രൈറ്റ് ആയിട്ടിരിക്കുക. ഐ കൺപോൾ ഉണ്ടല്ലോ, തുറന്നിരിക്കണം, ഇങ്ങനെ മഞ്ഞി പിടിക്കരുത്, തുറന്നിരിക്കണം. വോയിസ് നമ്മുടെ എങ്ങനെയായിരിക്കണം, എപ്പോഴും ഒരു ഹയർ ലെവലിൽ വോയിസിലേക്ക് സംസാരിക്കണം. കുറച്ച് സാധാരണയിൽ നിന്നും കുറച്ച് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുക. അതാണ് നമ്മുടെ സൈക്കോളജിക്കൽ എനർജി എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ലേസി ആവുന്ന സമയത്ത്, നമ്മൾ ആൻഷ്യസ് ആവുന്ന സമയത്ത് നമ്മുടെ എനർജിയുടെ ലെവല് ഡള്ളായിട്ട് വരുന്നത് കാണാം. ആ സമയത്ത് ശ്രദ്ധിച്ചോളൂ, നമ്മുടെ കോർട്ടിസോളാണ് നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിക്കുന്നത്. അപ്പം നമ്മുടെ ഷോൾഡറൊക്കെ ഇങ്ങനെ താഴോട്ട് വന്ന്, നമ്മുടെ നോട്ടം ഇങ്ങനെ താഴോട്ട് വന്ന്, നെഞ്ചൊക്കെ ഇങ്ങനെ ഇതിലേക്ക് വന്ന്, നമ്മളിങ്ങനെ അടിയിലേക്ക് നോക്കും. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉള്ളിൽ എൻഡോർഫിൻ അല്ല, സെറോട്ടോണിൻ അല്ല ഉത്പാദിപ്പിക്കുന്നത്, മറിച്ച് കോർട്ടിസോളാണ്. ഈ കോർട്ടിസോൾ നമ്മളെ താഴോട്ട് നയിക്കും. അപ്പം നമ്മൾ എനർജി ഇല്ലെങ്കിലും എനർജി നമുക്കൊന്ന് അഭിനയിക്കാം. എനർജി ഈസ് യുവർ ഇന്നർ കെമിസ്ട്രി മെയ്ഡ് വിസിബിൾ. നമ്മളെ വിസിബിൾ ആക്കുന്നത് ഈ ഇന്നർ എനർജിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രമേൽ ഇന്നർ എനർജി നല്ല പൊട്ടൻഷ്യലായിട്ട് നിൽക്കുന്നോ, അതനുസരിച്ച് നമ്മൾ വിസിബിൾ ആവും. അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഡ്രിം ഒരു എനർജിയുടെ എഫക്റ്റ് ഉണ്ടാക്കിയിരിക്കണം. ഈ ഇമോഷൻ ഉണ്ടല്ലോ, നമ്മൾ ഏത് ഇമോഷനാണ്, നമ്മളിപ്പോൾ പോസിറ്റീവ് ഇമോഷനിലാണോ, ദേഷ്യത്തിലോ നിരാശയിലോ വെറുപ്പിലോ അസ്വസ്ഥതയിലാണോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ അതേ എനർജി മറ്റുള്ളവർക്ക് കിട്ടും. നമ്മുടെ ഈ ഇമോഷൻസിൽ ഇത് സ്പ്രെഡ് ലൈക്ക് വൈഫൈ. ഇമോഷൻ സ്പ്രെഡ് ലൈക്ക് വൈഫൈ. വിറ്റ്സ് യൂണിവേഴ്സിറ്റി 2023 റീസെൻ്റ് ആയിട്ടൊരു പഠനം നടത്തി. ആ പഠനത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹൈ സൈക്കോളജിക്കൽ എനർജി ഉള്ള ആൾക്കാർക്ക് അവരുടെ പെർഫോമൻസ് ലെവലും അവർക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ശേഷി കൂടി വരുന്നതാണ്.
ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഇറ്റ്സ് യൂണിവേഴ്സിറ്റിയിലെ ഈ പഠനം, ഈ സൈക്കോളജിക്കൽ എനർജി നമ്മൾ ബൂം ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആൾക്കാരുമായിട്ട് പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കും, അവർ അംഗീകരിക്കും. കാരണം നിങ്ങളുടെ എനർജി ഹയർ എനർജി ലെവലിൽ നിന്നും നമ്മുടെ ഹയർ എനർജി ലെവലിൽ നിന്നും അവരിലേക്കുണ്ടല്ലോ എനർജി ഒഴുകി പോകും. അതാണ് ആ പഠനം. അതുമാത്രമല്ല, നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾ അധ്യാപകനായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മുടെ പെർഫോം ചെയ്യാനുള്ള ഊർജത്തിന്റെ അളവ് കൂടുമെന്നാണ് ആ പഠനം തെളിയിക്കുന്നത്. ഒരു രഹസ്യം പറയട്ടെ, ശ്രദ്ധിക്കണേ, രഹസ്യം. ഒന്ന് സ്മൈൽ ചെയ്താൽ മതി. നിങ്ങളൊരു ഹാളിലേക്ക് കയറി ചെല്ലുമ്പോഴേ ആദ്യം ചിരിക്കുക. ആദ്യം അവരെ ഗുഡ് മോർണിംഗ് പറയുക, നമസ്കാരം പറയുക എന്നുള്ളത് താങ്കളുടെ ഡ്യൂട്ടിയാണ്. ആദ്യം അവരിങ്ങോട്ട് പറഞ്ഞതിന് മുമ്പ് അങ്ങോട്ട് പറയേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. പ്ലസ് 3 സെക്കൻഡ് അവരുടെ കണ്ണിലേക്ക് നോക്കുക. സൂക്ഷിച്ച് നോക്കി വെറുപ്പിക്കരുത് കേട്ടോ. 3 സെക്കൻഡ് സ്നേഹത്തോടെ സ്വാഗതം നോക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ നോക്കുക. ഇത്തരം കാര്യം കൊണ്ട് തന്നെ നമ്മുടെ എനർജീനെ ബൂം ചെയ്യാനും ആ മുറിയിൽ നമുക്കൊരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. മറ്റൊരു കാര്യം, ഈ നെഗറ്റീവ് വേർഡ്സിൽ ഇല്ല, അല്ല, കഷ്ടപ്പാട്, ദുരിതം ആരൊക്കെ ആൾക്കാർ സംസാരിക്കും, അതൊന്നും ഒഴിവാക്കി 5 വേർഡ്. സുഖാണോ? പിന്നെ സുഖല്ലേ? കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അടിപൊളിയായിട്ടല്ലേ പോകുന്നത്? ബിസിനസ് എങ്ങനെ പോകുന്നു? മെച്ചപ്പെട്ട് വരികയാണെന്നുള്ള ധ്വനിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക. അങ്ങനെ വരുമ്പോഴേ ഈ കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും ഈസ് ഗ്രേറ്റ്, ഷീ ഈസ് ഗ്രേറ്റ് എന്നുള്ള ഫീലിംഗ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയും. മറിച്ച് എന്തുണ്ട്, സുഖാണോ? ഓ എന്ത് സുഖം, വിഷം മേടിക്കാൻ കാശില്ലാത്തോണ്ട് ജീവിച്ചു പോകുന്നു, കഷ്ടപ്പാടാണ്, ബിസിനസ് മോശമാണ്. എൻ്റെ സുഹൃത്തെ, നിങ്ങൾ ഈ കഷ്ടപ്പാടും ഈ ബുദ്ധിമുട്ടൊക്കെ ഈ വ്യക്തിയോട് പറഞ്ഞിട്ട് അയാൾ നിങ്ങളെ സഹായിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് മാത്രമല്ല, അയാൾ അപ്പുറത്ത് പോയിട്ട് പറയും ഈയിടെയായിട്ട് അവൻ്റെ ബിസിനസ് ഡള്ളാണ്, അവൻ ആകെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കടത്തിലാണ്, നഷ്ടത്തിലാണെന്നൊക്കെ പറയും. ഉള്ള സേവനം കൂടി കിട്ടാതെ വരും കേട്ടോ. അതുകൊണ്ട് പോസിറ്റീവ് വേർഡ്സ് പറയുക. അങ്ങനെ പോസിറ്റീവ് വേർഡ്സ് പറയുമ്പോഴേ, ആ പമ്പ് ചെയ്യുമ്പോഴേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യം വിചാരിക്കും, മനസ്സിലാക്കും. അതെന്താണെന്നറിയോ? നമ്മൾ നല്ല എനർജിയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളാണ്. ഇങ്ങനെ നമ്മൾ എനർജി ഷോ ചെയ്ത് സംസാരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കണ്ണിൽ നോക്കുമ്പോൾ, പോസിറ്റീവ് വേർഡ്സ് പറയുമ്പോൾ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി മാറുകയാണ് സുഹൃത്തെ. നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി മാറുമെന്നറിയോ? അതനുസരിച്ച് ഊർജത്തിൻ്റെ പ്രവാഹം ചുറ്റുമുള്ളവരിലേക്ക് ചെല്ലും. മറിച്ച് ദോഷവും കഷ്ടപ്പാടും പറയുമ്പോഴേ നമ്മുടെ ബ്രെയിൻ കെമിസ്ട്രി മോശമായി അവരെയും കൂടി എനർജി ഇല്ലാത്ത വ്യക്തികളാക്കി മാറ്റും. ചെയ്യരുത് കേട്ടോ. നമ്മുടെ നല്ല സുഹൃത്തുക്കളെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന ആൾക്കാരെ എനർജി ഇല്ലാത്ത മനുഷ്യന്മാരാക്കി, ഒന്നിനും കൊള്ളില്ലാത്ത ആൾക്കാരാക്കി മാറ്റരുത്. പകരം നമുക്ക് എനർജിയെ ബൂസ്റ്റ് ചെയ്ത് നമ്മുടെ സാന്നിധ്യത്തിൽ അവരിലൊരു ഊർജം നിറയ്ക്കാൻ കഴിയുകയെന്നുണ്ടെങ്കിൽ ഇതിൽ പരം സന്തോഷം വേറെ എന്തിനാ ഉള്ളത്? വേ ടു ഷോ യുവർ എനർജി നമുക്ക് കുറച്ചുകൂടി വിശദമാക്കാം. 1, ബോഡി എനർജി. ശ്രദ്ധിക്കണേ, ബോഡിക്ക് ഒരു എനർജി ഉണ്ട്. അതെന്താ സംഭവം? നമ്മുടെ പോസ്ചറിൽ, നമ്മുടെ ആ നിൽപ്പ്, നമ്മുടെ മൂവ്മെന്റ്. എപ്പോഴും നിൽക്കുമ്പോഴേ ഷോൾഡറൊക്കെ ഉയർത്തിട്ടേ ഒരു കയറിട്ട് നമ്മളെ മുകളിലേക്ക് വലിച്ചാൽ, കഴുത്തിലൊരു കയറിട്ട് മുകളിലേക്ക് വലിച്ചാൽ എങ്ങനെ ഇരിക്കും? നമ്മളിങ്ങനെ നേരെ നിൽക്കില്ലേ? അതുപോലെ നിൽക്കണം. അത് വിചാരിച്ചിട്ട് അഹങ്കാരത്തോടെ ഇങ്ങനെ നിൽക്കണം എന്നല്ല കേട്ടോ, ഒരു അഭിമാനത്തോടെ. ശ്രദ്ധിക്കണേ, അഹങ്കാരം വേറെയാണ്, അഭിമാനം വേറെയാണ്, ആത്മവിശ്വാസം വേറെയാണ്. അപ്പം നമ്മുടെ ബോഡിയുടെ എനർജി കൂട്ടണമെങ്കിൽ നമ്മൾ നട്ടല് നിവർത്തി നിൽക്കുക, ഷോൾഡർ ഒന്ന് പതുക്കെ ഉയർത്തി പിടിച്ച് നിൽക്കുക. പിന്നെ നമ്മുടെ മൂവ്മെന്റ് നടക്കുമ്പോൾ ഒരു താളത്തിൽ, നിങ്ങൾ പട്ടാളക്കാരുടെ മാർച്ചിങ് കണ്ടിട്ടുണ്ടോ? അത് നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയോ? അതിലൊരു താളുണ്ട്, 1 2 1 2 3, അല്ലെങ്കിൽ ലെഫ്റ്റ് റൈറ്റ്. നമ്മൾ നിന്ന് നടക്കുമ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കിയാൽ 1 2 1 2. ഇന്നൊന്ന് നടന്നു നോക്ക്. ഈ പരിപാടി കണ്ടിട്ട് ഇന്ന് സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ 1 2 1 2 എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു നോക്കും. നമുക്കൊരു എനർജി ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ കൈയൊക്കെ ചുരുട്ടിങ്ങനെ നടക്കുമ്പോഴേ നമ്മുടെ ബോഡിയുടെ എനർജി അറിയാതെ നമ്മൾ ബൂം ചെയ്യും. ഇത് നാട്ടുകാർ കാണുകയും ചെയ്യും, അവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വോയിസ് എനർജിയാണ്. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ടോണ്, റിഥം, ശബ്ദം ഉണ്ടല്ലോ. ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ യാതൊരു കാരണവശാലും ആ വ്യക്തി എ എന്ന് ചോദിക്കണ അവസ്ഥ ഉണ്ടാവരുത്.
ശബ്ദം നല്ല സ്ഫുടമായി വ്യക്തതയോടെ ഉച്ചത്തിൽ പറയണം. അലറി വിളിക്കണമെന്നല്ല, പക്ഷെ ആ വ്യക്തിക്ക് സുഖകരമായി കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ സംസാരിക്കുക. എന്ന് ചോദിക്കണ ഒരു സാഹചര്യവും ഉണ്ടാവരുത്. അതുപോലെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ വോയിസ് മോഡുലേഷൻ വരുത്തുക. അതെങ്ങനെ വോയിസ് മോഡുലേഷൻ? രാമൻകുട്ടി ചായ കുടിക്കാൻ പോകും. അതിനൊരു വോയിസ് മോഡുലേഷനോടുകൂടി നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ, ഹലോ രാമൻകുട്ടി, നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. കണ്ട, രാമൻകുട്ടി ചായ കുടിക്കാൻ പോകുന്നതും ഹലോ രാമൻകുട്ടി നമുക്കൊരു ചായ കുടിക്കാൻ പോവാം ഉണ്ടാവും. ഇതിലൊരു എനർജി ഉണ്ട്, ഒരു ഫീലിംഗ് ഉണ്ട്. അതുമാത്രമല്ല, വോയിസ് എനർജി വരണമെങ്കിൽ ചിരിച്ച് സംസാരിക്കണം. അപ്പോൾ ഇന്നു മുതൽ നമുക്ക് വോയിസ് എനർജീനെ ഉപയോഗിക്കാൻ വേണ്ടി ഒന്ന് ചിരിച്ച് വോയിസ് മോഡുലേഷനോടുകൂടി ഒന്ന് സംസാരിച്ചാലോ? മൂന്നാമത്തെ കാര്യം, ഐ എനർജി. കണ്ണിനൊരു എനർജി ഉണ്ട്. പിന്നെ കണ്ണിനൊരു എനർജി ഉണ്ട്. നിങ്ങൾ പാർക്കിലും കടലോരത്തും പോയി പ്രേമിക്കുന്നവരെ എവിടെ നോക്കിയിരിക്കുന്നത്? കണ്ണിലാണ് നോക്കുന്നത് അല്ലേ? കണ്ണിന് അപാര ശക്തിയാണ്. നിങ്ങൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ, ആദ്യമായിട്ട് കാണുമ്പോൾ, അയാളോട് സംസാരിക്കുമ്പോൾ 3 സെക്കൻഡ് അയാളുടെ കണ്ണിലേക്ക് നോക്കുക. അലോസരമുണ്ടാക്കുന്ന നോട്ടമല്ല, ബഹുമാനത്തോടെ നോക്കുക. ആത്മബന്ധമുണ്ടാവും. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഈ ചലനം ഉണ്ടല്ലോ, ഐ ലെവലിന് മുകളിലോട്ട് നോക്കുക. യാതൊരു കാരണവശാലും ഐ ലെവലിന് താഴത്തേക്ക് ആവരുത്. ആ നോട്ടത്തിലൊരു വാംത്ത്നെസ്, ഒരു ഊഷ്മളത ഫീൽ ചെയ്യണം നമ്മുടെ. അപ്പൊ ബോഡി എനർജി, വോയിസ് എനർജി, ഐ എനർജി, 3 എനർജി അല്ലേ? 4മത്തതാണ് നമ്മുടെ മൈൻഡ് എനർജി. മൈൻഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ്ഡ് ആണോ? നമ്മുടെ ലൈഫിനൊരു ഇൻറ്റൻഷൻ ഉണ്ടോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ആളാണെങ്കിൽ, ജീവിതത്തിനൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ടെങ്കിൽ, അറിയാതെ നമ്മുടെ മൈൻഡ് എനർജി ഇങ്ങനെ കയറി വരും. കണ്ടിട്ടില്ലേ? നല്ല മൈൻഡ് എനർജിയുള്ള ആൾക്കാരുണ്ടല്ലോ, ഒരു വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ, ഒരു ആൾക്കൂട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാവരും അവർ ശ്രദ്ധിക്കും. അവിടെ സൗന്ദര്യം നല്ല ഘടകം. നിങ്ങൾക്ക് എത്രമേൽ നിങ്ങളുടെ മൈൻഡ് എനർജി ഉണ്ട്, നിങ്ങൾ എത്ര ഫോക്കസ്ഡ് ആണ്, നിങ്ങൾ എത്രമേൽ വിൻ മൈൻഡ് സെറ്റ് ഉള്ള ആളാണ്. അതാണ് 4മത്തെ എനർജി. 5മത്തെ ഏതാണെന്നറിയാം? നമ്മുടെ ഹാർട്ട് എനർജി. നമുക്ക് മനുഷ്യനെ കാണുമ്പോൾ സന്തോഷമുണ്ട്. നമുക്ക് മനുഷ്യനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ? നിങ്ങൾക്ക് മനുഷ്യരെ കാണുമ്പോൾ ദേഷ്യം വരുന്നതാണ്, വെറുപ്പാണ്, ആൾക്കാരെ ഫേസ് ചെയ്യാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എനർജി പുറത്തേക്ക് വരില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ മനുഷ്യനെ കാണുന്ന സമയത്ത്, ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഈ മനുഷ്യരെ കാണുക, പരിചയപ്പെടുക, സംസാരിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ആൾക്കാരെ കാണുമ്പോൾ അലോസരമല്ല, മറിച്ച് സന്തോഷം ഫീൽ ചെയ്താൽ നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സിൻ്റെ ഒരു ഊർജ്ജം പുറത്തേക്ക് അങ്ങോട്ട് പുറത്തിട്ട് വരും. അത് ആൾക്കാർ നിങ്ങളിലേക്ക് ഒരു ആകർഷണമായിട്ട്. 6മത്തെ ഘടകം വേർഡ് എനർജി. അങ്ങനെ ഒരു എനർജി ഉണ്ടെന്നേ. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നമ്മുടെ സൗഹൃദ വലയത്തിലായിക്കോട്ടെ, അല്ലാത്തൊരു സ്ഥലത്തായിക്കോട്ടെ, ഉപയോഗിക്കുന്ന വേർഡ്സില്ലേ, എപ്പോഴും ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ടാക്കുന്ന വേർഡുകളായിരിക്കണം. എനിക്ക് പ്രതീക്ഷയില്ല, കഷ്ടപ്പാടാണ്, ഈ വാക്കൊക്കെ നിർത്തും. പ്രശ്നമാണ്, അല്ല ഞാനിപ്പോൾ ചലഞ്ച് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പ്രശ്നത്തിനെ നമുക്ക് ചലഞ്ചാക്കി മാറ്റിക്കൂടെ? സുഖമാണ്, സമാധാനമാണ്, ഗംഭീരമാണ്, സന്തോഷമാണ്, അഭിമാനമാണ്, മുന്നോട്ട് പോവുകയാണ് എന്നുള്ള പോസിറ്റീവ് വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോഴേ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ വേർഡ് എനർജി പുറത്തേക്ക് വരും. ഈ 6 എനർജിയും കൂടി കൂടുമ്പോഴേ നിങ്ങളൊരു എനർജിയുടെ തങ്കക്കുടമായിട്ട് മാറും. അങ്ങനെ ഒരു തങ്കക്കുടമായേ പറ്റൂ. കാരണം ഇതൊരു ജീവിതമേ ഉള്ളൂ. ഈ ജീവിതം നമുക്ക് ആഘോഷമാക്കിയേ പറ്റൂ. സുഹൃത്തെ, ഇന്ന് നമ്മൾ പഠിച്ച ഈ 6 എനർജിയുടെ ബൂമിങ് രഹസ്യങ്ങളുണ്ടല്ലോ, ഇന്ന് ഉപയോഗിച്ച് നോക്കൂ. എനർജിയുടെ തങ്കക്കുടമായിട്ട് മാറും. അങ്ങനെ എനർജിയുടെ തങ്കക്കുടമായിട്ട് ആ അനുഭവം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടും. അത് മറ്റുള്ളവരെയും കൂടി ബൂം ചെയ്യും. അപ്പോൾ പരിശ്രമിച്ചാൽ എനർജിയുടെ തങ്കക്കുടമാവാം. എനർജിയുടെ തങ്കക്കുടമാവട്ടെ. താങ്ക് യു.